വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫീൽ ഗുഡ് സിനിമ അന്വേഷിച്ച് അവസാനം കിട്ടിയ ഒരു മുതലാണ് ടോം ഹാങ്ക്സ് നായകനായി തകർത്തഭിനയിച്ച എക്കാലത്തെയും ക്ലാസിക് സിനിമകളിൽ ഇടം പിടിച്ച 6 പര അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു കിടിലൻ സിനിമ. 1994 പുറത്തിറങ്ങിയ ഫോറസ്റ്റ് ഗാംപ് എന്ന അമേരിക്കൻ എപ്പിക് ലൈഫ് ഡ്രാമ ഫീൽ ഗുഡ് സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ റീമേക്ക് അമീർ ഖാൻ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. അമീർ ഖാൻ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടോം ഹാങ്ക്സ് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഇങ്ങനെ അഭിനയിക്കുന്നൊന്നുമല്ല, കഥാപാത്രം അങ്ങനെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അടുപ്പിച്ച് 2 തവണ ഓസ്കാർ അവാർഡ് നേടിയ ഒരു മുതൽ കൂടിയാണ് ഇങ്ങേര്. ഇനി നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് വരാം. ബുദ്ധിപരമായ പരിമിതികളുള്ള ഒരാളാണ് നമ്മുടെ ഹീറോ ഫോറസ്റ്റ് ഗാംപ്. ഈ കാരണം കൊണ്ട് തന്നെ അവൻ്റെ അമ്മയല്ലാതെ മറ്റെല്ലാവരും എല്ലാ സ്ഥലത്തു നിന്നും അവനെ തള്ളിക്കളയും. ഹീറോയ്ക്ക് തുണ ഹീറോയുടെ അമ്മ മാത്രം. ഈ ലൈഫിൽ നിന്ന് ഹീറോ വിജയിച്ചു കയറുമോ, എല്ലാം തന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ വളരെ കൂളായി മനോഹരമായി കാണിച്ചു തരുന്ന ഒരു അടിപൊളി സിനിമ. കുറച്ചധികം നാളുകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. എന്താവും, എത്ര വ്യൂസ് കയറും, ആരൊക്കെ കാണും എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ സിനിമ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം വ്യൂസ് കയറിയാലും ആ വീഡിയോക്ക് ലൈക്കില്ല, കമൻസ് ഇല്ല. നിങ്ങൾ മറന്നു പോണതാണോ എന്താണെന്ന് എനിക്കറിയില്ല. അഥവാ ഇനി മറന്നു പോണതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചോളാം. ഈ വീഡിയോയ്ക്ക് ഒരു 100 to 200 ലൈക്കാണ് ടാർഗറ്റ്. ഒരുപാടൊന്നും ചോദിക്കണില്ലല്ലോ, ഒരു 200 ലൈക്കല്ലേ. അപ്പോൾ അതങ്ങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ ഈ സിനിമയെ മനസ്സുകൊണ്ട് കാണാം. ആദ്യം തന്നെ ഒരു ബെഞ്ചിലിരിക്കുന്ന നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ഹീറോയുടെ പേരാണ് ഫോറസ്റ്റ് ഗാംപ്. ഹീറോയുടെ അടുത്ത് തന്നെ ഒരു സ്ത്രീയും ഇരിപ്പുണ്ട്. ഹീറോ ആ സ്ത്രീയുടെ നേരെ കുറച്ച് മധുരം നീട്ടി അവരോട് പറയും, നിങ്ങളുടെ ഷൂസ് നന്നായിട്ടുണ്ട്. ഒരാളുടെ ഷൂസ് നോക്കി അവരെക്കുറിച്ച് അറിയാൻ കഴിയുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീ ഇതിനൊന്നും മറുപടി പറയേ എന്തിന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാലും ഹീറോ നിർത്താതെ പറയും, ഞാൻ ഒരുപാട് ഷൂസ് ഇട്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായി ധരിച്ച ഷൂസ് എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയുടെ ചെറുപ്പകാലം കാണിക്കും. ഹീറോ പറഞ്ഞ ഷൂസ് എന്താന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഹീറോയുടെ മുട്ടിന് താഴെ ബലമില്ലാതെ നടക്കുമ്പോൾ ബാലൻസ് കുറവായതുകൊണ്ട് തന്നെ പാക്കിംഗ് ബൂട്ട് ധരിച്ചാണ് ഹീറോ നടക്കുന്നത്. കൂടാതെ ബുദ്ധിക്ക് ചെറിയ കുഴപ്പമുണ്ട്. അതായത് ബുദ്ധി വിവരം ഇല്ല എന്നല്ല, കുറവാണ്. അടുത്ത സീനിൽ ഹീറോയും അമ്മയും ഒരിടത്തോളം നടന്നു പോകുമ്പോൾ ഹീറോയുടെ കാൽ അവിടുത്തെ ഒരു കമ്പിയുടെ ഇടയിൽ കൊടുങ്ങും. അമ്മ ഇത് കണ്ട് കാല് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാർ ഇതൊക്കെ നോക്കിയിരിപ്പുണ്ട്. ഒരു വിധത്തിൽ അവിടെ നിന്ന് കാല് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ അമ്മ അവരോടൊക്കെ ഇത്രയും ഇങ്ങനെ നോക്കാൻ മാത്രം എന്താ ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന വഴിയിൽ അമ്മ ഹീറോയോട് പറയുന്നുണ്ട്, മറ്റുള്ളവർ നിന്നേക്കാൾ മിടുക്കുള്ളവരാണെന്ന് ആരെക്കൊണ്ടും പറയിക്കരുത്. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ അവരും നിന്നെപ്പോലെ ആകുമായിരുന്നു. നീയും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ നീ എല്ലാവരെക്കാളും മിടുക്കനാവണം. ഹീറോയുടെ അമ്മ അവന്റെ കുറവുകൾ മനസ്സിലാക്കി എല്ലായിടത്തും അവനെ ഒന്നാമനായി എത്തിക്കാൻ ശ്രമിക്കുന്ന, അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അലബാമയിൽ ഗ്രീൻബോ പട്ടണത്തിൽ നിന്നും കുറച്ച് ദൂരെ മാറിയ ഒരു സ്ഥലത്താണ് ഹീറോയുടെ വീട്. 100 വർഷങ്ങൾക്ക് മുൻപ് അപ്പൂപ്പൻ അമ്മൂമ്മ കാലം തൊട്ട് കൈമാറി വന്ന വീടും സ്ഥലവും. അവിടെയാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അത്യാവശ്യം വലിയൊരു വീട്. അവിടെ ഒരുപാട് മുറികൾ ഒഴിവുള്ളത് കൊണ്ട് തന്നെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കുക അവർ തീരുമാനിക്കും. അടുത്ത സീനിൽ ഹീറോനെ അവിടുത്തെ വലിയൊരു സ്കൂളിൽ ചേർക്കാനായിട്ട് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പ്രിൻസിപ്പൾ പറയും, നിങ്ങളുടെ മകൻ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അതുമല്ല അവന് 75% ഐക്യമുള്ളൂ. ഇവിടെ ചേർക്കണമെങ്കിൽ കുറഞ്ഞത് 80% ഐക്യമെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളിലാണ് അവനെ വിടേണ്ടതെന്ന് അമ്മയോട് പറയും. എൻ്റെ മോനും മറ്റുള്ളവരെ പോലെ തുല്യാവകാശമുണ്ട്. അവനെ വേറെ ഒരു സ്കൂളിലും ഞാൻ ചേർക്കുന്നില്ല. ഒരു 5 പോയിന്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമ്മ വീണ്ടും ചോദിക്കും. അപ്പോൾ തന്നെ അയാള് ഇപ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടോ, അദ്ദേഹം വെക്കേഷനിലാണെന്ന് അമ്മ പറയും. അടുത്ത സീനിൽ രാത്രി ഹീറോ പുറത്തിരിക്കുമ്പോൾ വീടിനുള്ളിൽ നിന്ന് അമ്മയുടെ അലർച്ച കേൾക്കുന്നത് അവൻ ശ്രദ്ധിക്കും. കുറച്ചു കഴിഞ്ഞ് പ്രിൻസിപ്പൾ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് അവനോട് പറയും, എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരുപാട് ശ്രദ്ധയുണ്ട്. ഹീറോ അയാളുടെ മുന്നിൽ മൈൻഡ് ചെയ്യാതെ മുഖം തിരിഞ്ഞിരിക്കും. അടുത്ത സീനിൽ അമ്മ ഹീറോനെ പഠിപ്പിക്കുന്ന സമയം അവൻ ചോദിക്കും, ഈ വെക്കേഷൻ എന്നാൽ എന്താണെന്ന്. എന്താ ഇപ്പോൾ ചോദിക്കാൻ കാരണം എന്ന് അമ്മ ചോദിക്കുമ്പോൾ, പപ്പ അങ്ങോട്ടല്ലേ പോയി എന്ന് ഹീറോ പറയും. എവിടേക്കെങ്കിലും പോയിട്ട് തിരിച്ചു വരാതെ ഇരിക്കുന്നതാണ് വെക്കേഷൻ. ഇത് കേൾക്കുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവും. ഞാനും അമ്മയും അല്ലാണ്ട് നമുക്ക് വേറെ ആരും ഇല്ലാന്ന്. അടുത്ത ദിവസം വീട്ടിൽ താമസിക്കാനായി കുറെ ഗസ്റ്റുകൾ വന്നു. അതിലൊരാൾ റൂമിലിരുന്ന് ഗിറ്റാർ വായിക്കുമ്പോൾ നമ്മുടെ ചെക്കൻ ഭയങ്കര ഡാൻസ് ആണ്. അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സന്തോഷിച്ചു പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോനെ അമ്മ ഒരുക്കി കുട്ടപ്പനാക്കി സ്കൂളിൽ വിടാൻ വണ്ടി കാത്ത് നിൽക്കുന്ന സമയം സ്കൂൾ ബസ് അങ്ങോട്ടേക്ക് വരും. ഈ സീൻ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റീൽസിൽ കണ്ടിട്ടുണ്ടാവും.
കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. വണ്ടി വന്നിട്ടും ഹീറോ വണ്ടിയിൽ കയറില്ല. ഡ്രൈവറാണല്ലോ ഒരു ലേഡി സിഗരറ്റും വലിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യരുതെന്ന് ലേഡിയോട് പറയും. എൻ്റെ പൊന്നു ചെറുക്ക, ഇത് സ്കൂൾ ബസ്സാണ്, നീ വന്ന് വണ്ടി കയറാന്ന് ചെറുക്കനോട് ലേഡി പറയും. എന്നാ പിന്നെ എൻ്റെ പേര് ഫോറസ്റ്റ് കാമ്പ്, ഞാൻ ഡൊറോത്തി ഹാരിസ് എന്ന് ലേഡിയും പേര് പറയും. ഇപ്പോൾ നമ്മൾ പരിചയമായെന്നും പറഞ്ഞ് ഹീറോ വണ്ടിയിൽ കയറും. വണ്ടിയിൽ കയറി ഒരിടത്ത് തിരിക്കാൻ നോക്കുമ്പോൾ ഹീറോനെ ആരും അടുത്തിരുത്തില്ല. എവിടെയെങ്കിലും പോയി ഇരിക്കടാ അല്ലെങ്കിൽ പോടാ എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യും. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവനെ കണ്ട് നിനക്ക് ഓക്കെ ആണേൽ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നത്. അവളുടെ പേരാണ് ജെനി. ഇത് തന്നെയാണ് ഇതിലെ ഹീറോയിനും. അങ്ങനെ നമ്മുടെ ഹീറോയോട് ആദ്യമായി ഒരു കുട്ടി മിണ്ടി കൂടെ കൂട്ടി. ഹീറോയും ആദ്യമായാണ് ഒരാളോട് മിണ്ടുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ മിണ്ടി അങ്ങനെ സ്കൂളെത്തി. ഹീറോയുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു ജെനി. ക്ലാസ് ടൈം കഴിഞ്ഞ പിന്നെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ്. സിനിമയിൽ ഹീറോ തന്നെ പറയുന്നുണ്ട്, ഞാനും ജെനിയും അടയും ചക്കരം പോലെയായിരുന്നു എന്ന്. ജെനിക്ക് മറ്റു പല കാരണത്താൽ വീട്ടിലേക്ക് പോകാൻ മടിയാണ്. ഒരു ദിവസം ഹീറോയിൻ സംസാരിച്ച് നിൽക്കുന്ന സമയം വേറെ കുറച്ച് പിള്ളേർ സൈക്കിളിൽ അങ്ങോട്ടേക്ക് വന്ന് നിന്നെപ്പോലെ ഉള്ളവന്മാർ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പാടില്ല എന്നൊക്കെയും പറഞ്ഞ് ഹീറോനെ കളിയാക്കി കല്ലെടുത്ത് എറിയാൻ തുടങ്ങും. ജെനി ഇത് കണ്ട് ഹീറോയോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. ഹീറോ അങ്ങനെ വയ്യാത്ത കാലും ആ ബോട്ടും വിട്ട് ഓടാൻ തുടങ്ങും. ഇത് കണ്ട് അവന്മാർ ചിരിക്കും, നീ എത്ര ദൂരം ഓടും, നിന്നെ ഇന്ന് കൊല്ലൂടാന്ന് പറഞ്ഞു. ഹീറോ മെല്ലെ മെല്ലെ ഓടി പതിയെ അവന്റെ സ്പീഡ് കൂടും. കുറെ കൂടി കഴിയുമ്പോൾ ഡബിൾ സ്പീഡിൽ ഓടാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഹീറോയുടെ കാലിൽ ധരിച്ചിരുന്ന ബൂട്ടിന്റെ സ്ക്രൂ ഓരോന്നായി ഊരി തെറിച്ച് ബൂട്ടിലെ സ്റ്റീലെല്ലാം പൊളിഞ്ഞു വീഴും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഹീറോയുടെ കാലിലെ പ്രശ്നമെല്ലാം മാറി 100 ഓടും. ഈ പുറകെ വന്ന കുട്ടികൾ പിന്നെ നോക്കുമ്പോൾ ഹീറോനെ കാണില്ല. ഹീറോ അപ്പോഴേക്കും ഓടി വീടെത്തി. അങ്ങനെ അവർ കാരണം നമ്മുടെ ഹീറോയുടെ കാലിപ്പോൾ റെഡിയായി. ജെനിക്ക് വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം അവളുടെ അച്ഛൻ്റെ മോശം സ്വഭാവങ്ങളും പ്രവർത്തികളും കാരണം അവൾക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെനി അവളുടെ മുത്തശ്ശിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ചില ദിവസങ്ങളിൽ ജെനി ഹീറോയുടെ വീട്ടിൽ വന്ന് കിടക്കാറുണ്ട്. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ വലുതായി ഒരു യൂത്ത് കാലഘട്ടത്തിലായിരിക്കുന്നു. ഇപ്പോഴും ഹീറോനെ കോളേജിലുള്ള ആൾക്കാർ ടോർച്ചർ ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കാറിൽ വന്ന് ഹീറോനെ ഉപദ്രവിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഹീറോയിന് ഓടാൻ പറയും. ഓട്ടോ എന്ന് പറഞ്ഞ എൻ്റെ പൊന്നെ കാറ്റിന്റെ വേഗത്തിലാണ് ഓടുന്നത്. ഈ കാറിൽ വന്നവന്മാർ ഇത് കണ്ട് ഞെട്ടിപ്പോകും. ഹീറോ ഓടി ഓടി റഗ്ബി കളിക്കുന്ന ഒരു സ്റ്റേഡിയത്തിനകത്തൂടെ ഓടും. ഇത് കണ്ട് കോച്ച് ഇവ യാത്ര എത്ര സ്പീഡിൽ ഓടുന്നതെന്നും പറഞ്ഞ് അന്തം വിട്ട് നിൽക്കും. പിന്നീട് ഇത് ആരെന്ന് അന്വേഷിച്ച് ഹീറോൻ അവരുടെ റഗ്ബി ടീമിലെടുക്കും. അതിനുശേഷം ഹീറോ ഒരുപാട് വിജയം നേടിയെടുക്കും. ഹീറോ സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്ക് പോകാനുള്ള 4-ാം നമ്പർ ബസ് അവിടേക്ക് വന്നതും അവർ അവിടെ എണീറ്റ് ബസ്സിൽ കയറി വീട്ടിൽ പോകും. അവർ വീട്ടിൽ പോക്കോട്ടെ, പക്ഷെ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്, ഞാൻ ഇടയ്ക്ക് ഇനിയും ഓർമ്മിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ തന്നെ കുഞ്ഞിനെയും വെച്ച് മറ്റൊരു ലേഡി ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ബാക്കി കഥ അവരോട് പറയാൻ ഹീറോ തീരുമാനിക്കും. അതിനുശേഷം പിന്നീട് ഹീറോയ്ക്ക് ചേരാൻ പറ്റാത്ത പെൺകുട്ടികളുള്ള കോളേജിലാണ് ജെനി ചേർന്നത്. എന്നാൽ ഹീറോ ഇടയ്ക്കിടയ്ക്ക് ജെനിയെ കാണാൻ അവിടെ പോകുമായിരുന്നു. കോളേജ് ലൈഫ് കഴിഞ്ഞിരിക്കുമ്പോൾ ഹീറോ അടിപൊളി റഗ്ബി പ്ലെയർ ആണല്ലോ. സോ ഹീറോനെ ഓൾ അമേരിക്കൻ ടീമിലേക്ക് അവർ എടുക്കും. 5 വർഷത്തോളം റഗ്ബി കളിച്ച് അവൻ അതിൽ ടോപ്പ് പ്ലെയറായി. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, ഹീറോയുടെ അമ്മയാണ്. പിന്നീട് ഹീറോ പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ച് അതിലേക്ക് കാലെടുത്ത് വെക്കും. എവിടെ പോയാലും നമ്മുടെ വേവ് ലെന്തിനനുസരിച്ച് ആളുണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ അവിടെ വെച്ച് ഹീറോയ്ക്ക് പുതിയൊരു കൂട്ടുകാരനെ കിട്ടും. അവൻ്റെ പേര് ബെഞ്ചമിൻ. എല്ലാവരും ബാബ എന്ന് വിളിക്കും. ബാബയ്ക്ക് കൊഞ്ച് ബിസിനസ് ചെയ്യാനായിരുന്നു ആഗ്രഹം. വീട്ടുകാർക്കെല്ലാം കൊഞ്ച് ബിസിനസ്സിനെ പറ്റി അറിയുന്നവരും ആയിരുന്നു. പിന്നെ കൊഞ്ച് എങ്ങനെ പിടിക്കണം, അതിനെന്തൊക്കെ വേണം, കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ലാഭം കിട്ടും, പട്ടാളത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊഞ്ച് ബിസിനസ് ചെയ്യണമെന്നൊക്കെ ഹീറോയോട് വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പട്ടാളത്തിൽ ചേർന്ന ഹീറോ അവിടത്തെയും ടോപ്പായി മാറും. ഓഫീസറുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു ഹീറോ. ബാബ എപ്പോൾ വാതർന്നാലും കൊഞ്ചു പിടിക്കുന്നതും വിൽക്കുന്നതിനെ പറ്റി പറയണേ നേരമുള്ളവന്. ജെനിക്കൊരു ഫോക്ക് സിംഗർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവൾ ഒരു ക്ലബ്ബിൽ പാടാൻ വരുന്ന നോട്ടീസ് ഹീറോ കാണും. എന്നിട്ട് ആ പരിപാടി കാണാൻ അങ്ങോട്ടേക്ക് പോകും. ഹീറോയുടെയും ജെനിയുടെയും സൗഹൃദം ഹീറോയുടെ ഉള്ളിൽ പ്രണയമായി മാറി. ഒരു ദിവസം ഹീറോ ജെനിയോട് അത് പറയും. എന്നാൽ ജെനി വ്യക്തമായി ഒരു മറുപടിയും പറയാതെ ഒരു വണ്ടിയിൽ കയറി പോകാൻ നേരം ഹീറോ അവളോട് ഗുഡ് ബൈ, ഞങ്ങൾ അവർ വിയറ്റ്നാമിലേക്ക് അയക്കുന്നു, അത് വേറെ ഏതോ രാജ്യമാണെന്നും ഹീറോയിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ നീ എന്തേലും കുഴപ്പത്തിൽപ്പെട്ട നിന്റെ ധീരത കാണിക്കാൻ നിൽക്കാതെ ഓടി രക്ഷപ്പെടണമെന്ന് ജെനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഹീറോ അമ്മയെ കണ്ട് അമ്മയോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും വിയറ്റ്നാമിലെത്തി. അവിടെ എത്തുമ്പോഴും ബാബ പറയുന്നത് വിയറ്റ്നാമിൽ നിറയെ കൊഞ്ച് കിട്ടും, അതൊക്കെ വല വീശി പിടിച്ച് പണക്കാരനാവണമെന്നൊക്കെയാണ്. ഡിഫ്റ്റൻ ആൻഡ് ഡാൻ ടൈലർ എന്ന ഇയാളാണ് അവിടെ അവരുടെ ഹെഡ് അവരോട് ഇവിടെ 2 നിയമങ്ങളുണ്ട്. 1, നിങ്ങളുടെ കാലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 2, ആത്മഹത്യ എന്ന മണ്ടത്തരം കാണിക്കരുതെന്ന് അവരോട് പറയും. അങ്ങനെ പട്ടാളക്കാരുടെ യാത്ര വിയറ്റ്നാമിൽ ആരംഭിച്ചു. അവിടെ ഒടുക്കത്തെ മഴ. അതിനിടയിൽ നിനക്കെന്റെ കൊഞ്ച് ബിസിനസ് ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ബാബ ഹീറോയോട് ചോദിക്കും. ഓ ഞാൻ ചേരാം, നീ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കടാന്ന് ഹീറോ പറയും. അത് കഴിഞ്ഞ് റൂമിലെത്തുന്ന ഹീറോ ജെനിക്ക് നിർത്താതെ കത്തുകൾ അയക്കുമായിരുന്നു. ഒന്നിനും തിരിച്ചൊരു മറുപടിയില്ല. ഒരു ദിവസം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മഴ മാറി സൂര്യന്റെ വെളിച്ചം തട്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആൾക്കാരുടെ നേരെ ശത്രുക്കൾ വലിയൊരു അറ്റാക്ക് നടത്തും.
പ്രതീക്ഷിക്കാതെയുള്ള അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ കുറെ പട്ടാളക്കാർ അതിൽ മരിക്കും. ഹീറോ അടക്കം കുറെ പേര് ഹെഡിന്റെ നിർദ്ദേശപ്രകാരം ബ്ലൂ സോണിലേക്ക് ഓടും. അവിടെ എത്തുമ്പോൾ അവസാനം ഹീറോ മാത്രമേ ഉണ്ടാകൂ, കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണില്ല. ബാബയെ തെരഞ്ഞ് വീണ്ടും ഹീറോ കാടിനകത്തേക്ക് പോകുന്ന വഴി ടെക്സ് എന്ന കൂട്ടത്തിലുള്ള മറ്റൊരു പട്ടാളക്കാരൻ വെടികൊണ്ട് കിടക്കുന്നത് ഹീറോ കാണും. അങ്ങനെ അയാളെ തോളിലെടുത്ത് ഹീറോ ബ്ലൂ സോണിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വീണ്ടും ബാബയെ തേടി പോകും. ഇതുപോലെ മറ്റു പട്ടാളക്കാരെ കാണും. ഒടുവിൽ അവരെല്ലാം ഹീറോ രക്ഷിക്കും. വീണ്ടും കാടിനകത്തേക്ക് പോകുമ്പോൾ ഹെഡിന്റെ 2 കാലിലും വെടികൊണ്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുന്നു. എന്നെ രക്ഷിക്കണ്ട, നീ പോയി രക്ഷപ്പെടുന്ന ഹെഡ് പറയുമെങ്കിലും ഹീറോ അതൊന്നും കേൾക്കാതെ ഹെഡിനെ തോളിലെടുത്ത് ബ്ലൂ സോണിലേക്ക് കൊണ്ടുവരും. അവസാനം നോക്കുമ്പോൾ ബാബ ഒരിടത്ത് വെടിയേറ്റ് കിടക്കുന്നു. ഹീറോ ഒരു നിമിഷം അത് കണ്ട് ഞെട്ടി ബാബ എടുത്ത് സോണിലേക്ക് വരും. എന്നാൽ പെട്ടെന്ന് തന്നെ ബാബ മരിക്കും. ഇത് ഹീറോയ്ക്ക് താങ്ങാൻ കഴിയില്ല. കാരണം ജെനി കഴിഞ്ഞാൽ പിന്നെ ഹീറോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ ബാബയായിരുന്നു. അത് കഴിഞ്ഞ് കഥ പറയുന്ന ഹീറോനെ കാണിക്കും. ഇപ്പോൾ ഹീറോയുടെ കഥ കേൾക്കുന്നത് ഒരു പുരുഷനായിരുന്നു. അടുത്ത സീനിൽ നോക്കുമ്പോൾ ഹീറോ രക്ഷിച്ച ആൾക്കാരും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അതിൽ ഹീറോയാണ് കോമഡി. ഹീറോയുടെ അല്ലേ വേണ്ട അതും വേണ്ട, നിതംബത്തിന് വെടിവെച്ചെന്നാണ് തോന്നണേ. ബാക്കിലെ തുണിയും പൊക്കി വെച്ച് കമിഴ്ന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഹീറോയുടെ അടുത്ത് കുറെ കത്തിരിപ്പുണ്ട്. സംഭവം ഹീറോ ജെനിക്ക് അയച്ച കത്തുകളൊന്നും ഇവിടുന്ന് പോയിട്ടില്ല. ഒരു ലോഡ് കത്തുണ്ട്. അതെല്ലാം അതുപോലെ ഹീറോയ്ക്ക് തിരിച്ചെത്തി. ആ കത്തുകൾ നോക്കി ഹീറോ വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഹീറോനെ ഒരാൾ പിങ് പോങ് കളിക്കാൻ പഠിപ്പിക്കും. ഹീറോ വളരെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളി പ്ലെയർ ആവും. പിന്നെ ഊണിലും ഉറക്കത്തിലും ഒക്കെ അത് തന്നെ ചിന്ത. അങ്ങനെ അടിക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു, ബോൾ തെറിച്ചു. അത് കഴിഞ്ഞ് ഹെഡിനെ കാണിക്കും. ഹെഡ് ഹീറോയോട് ചൂടാവും. എനിക്കൊരു വിധി ഉണ്ടായിരുന്നു, നീ എന്നെ രക്ഷിക്കരുതായിരുന്നു എന്നൊക്കെയും പറഞ്ഞ് കരയും. സംഭവം അന്നത്തെ ആക്രമണത്തിൽ ഹെഡിന്റെ 2 കാലും പോയി. ഇങ്ങനെ ജീവിക്കാൻ അയാൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കരഞ്ഞ് ഹീറോയോട് ചൂടാവുന്നത്. ഹീറോ ഇതെല്ലാം കേട്ട് നിസ്സഹായനായ അവസ്ഥ. ഇതിപ്പോൾ രക്ഷിക്കുകയും ചെയ്ത് പഴിമൊത്തോ എനിക്ക് എന്നുള്ളൊരവസ്ഥ. എന്നാൽ ഹീറോ മറുത്തൊരു വാക്ക് ഒരൊറ്റ മനുഷ്യരോട് പറയില്ല. കാരണം അവൻ അത്രയും നിഷ്കളങ്കനാണ്. ആ സംഭവത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഹീറോ വിയറ്റ്നാം വിട്ട് അമേരിക്കയിലേക്ക് തിരിച്ചു വരും. തിരിച്ചെത്തിയ ഹീറോയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ധീരതയ്ക്കുള്ള അവാർഡൊക്കെയും കിട്ടും. അങ്ങനെ ഹീറോയുടെ പ്രസംഗം നടക്കുന്ന ഒരു ദിവസം പെട്ടെന്നാണ് ഫോറസ്റ്റ് എന്നൊരു വിളി കേൾക്കുന്നത്. അത് വേറെ ആരുമല്ല, ജെനിയാണ്. ഈ സീനും ചിലപ്പോൾ നിങ്ങൾ റീൽസിലൊക്കെയും കണ്ടിട്ടുണ്ടാവും. ജെനിയെ കണ്ടതും ഹീറോ പ്രസംഗമാണോ ആൾക്കാരുണ്ടോ എന്നൊന്നും നോക്കില്ല. അവിടെ നിന്നിറങ്ങി ആ പൂളിലൂടെ ഓടി 2 പേരും ആ വെള്ളത്തിൽ വെച്ച് തന്നെ കെട്ടിപ്പിടിക്കും. അന്ന് രാത്രി അവളുടെ യാത്രകൾ എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ ഹീറോയോട് പറയും. ഹീറോ അവൾക്ക് കത്തയച്ചതും അത് തിരിച്ചു വന്നതൊക്കെയും പറയും. പിറ്റേന്ന് വീണ്ടും ഹീറോയോട് ജെനി യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇവൾക്ക് ഇത് തന്നെ പണി. ചിലരെ പോലെ അവർക്ക് തോന്നുമ്പോൾ വരും, വീണ്ടും കണ്ണടച്ച് തുറക്കും, മുന്നേ പോവും. പിന്നീട് ഹീറോ ഒരു പ്രത്യേക സേനാ വിഭാഗത്തിൽ ചേർന്ന് മുറിവേറ്റ പട്ടാളക്കാരെ രസിപ്പിക്കാനും പിങ് പോങ് കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കും. പിങ് പോങ്ങിൽ ഹീറോ ഭയങ്കര കളിയായതുകൊണ്ട് തന്നെ അമേരിക്കൻ ടീമിൽ ഹീറോനെ ചേർക്കും. അവിടെയും ഗെയിം കളിച്ച് ഹീറോ ഒരു റിയൽ ഹീറോ ആയി മാറും. ഗെയിം എല്ലാം കഴിഞ്ഞ് ജയിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഹീറോ വളരെ വലിയ ഒരു പ്രശസ്തനായി കഴിഞ്ഞു. പിന്നീട് ഒരു ന്യൂ ഇയർ ദിവസം ഹീറോ ഹെഡിനെ കാണും. ഹെഡ് ഇപ്പോൾ ഒരു വീൽ ചെയറിലാണ്. പിന്നീടുള്ള കുറെ സമയങ്ങൾ ഹെഡും ഹീറോയും അവിടെ ചെലവഴിക്കും. ഈ ന്യൂ ഇയർ ജെനി എങ്ങനെ ചെലവഴിക്കുന്നുണ്ടാവും എന്നായിരുന്നു ഹീറോയുടെ ചിന്ത മൊത്തം. പിന്നീട് റൂമിൽ വന്ന് ഹെഡ് ഈ കാലില്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ വലുതാണ്. ഹീറോ ഒന്നും മിണ്ടാതെ നിൽക്കും. അങ്ങനെ കുറച്ചു മാസം കൂടി കഴിഞ്ഞപ്പോൾ ഹീറോയുടെ അമേരിക്കൻ പട്ടാളത്തിലെ സേവനവും അവസാനിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹീറോനെ കാത്ത് അവന്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഹീറോ ബാബയുടെ കല്ലറക്കടുത്ത് വിഷമിച്ച് നിന്ന് ബാബയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഒരു ബോട്ട് വാങ്ങിച്ച് കൊഞ്ചു ബിസിനസ്സിന് ഹീറോ ഇറങ്ങിത്തിരിക്കും. ഹീറോ വാങ്ങിച്ച ബോട്ടിനൊരു പേരിടാൻ വേണ്ടി ആലോചിച്ച് അവസാനം ജെനി എന്ന് പേരെടുത്തു. ഒരു ദിവസം ഹെഡ് ഹീറോനെ കാണാൻ അവന്റെ ബോട്ടിൽ വരും. പിന്നെ 2 പേരും ഒരുമിച്ച് കൊഞ്ചു പിടിക്കാൻ തയ്യാറാവും. കൊഞ്ചെങ്ങനെ പിടിക്കണം എന്നൊക്കെയും ബാബ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. എവിടെ വല വീശിയിട്ടും ഒരു കൊഞ്ചു പോലും അവർക്ക് കിട്ടിയില്ല. പല ദിവസങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. ഒരു ദിവസം വലിയൊരു കൊടുങ്കാറ്റ് വീശും. അതിൽ നിന്ന് ഹീറോയുടെ ബോട്ട് മാത്രം തകരാതെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നല്ല കാലം എന്ന പോലെ വല വീശിയാൽ അത് നിറയെ കൊഞ്ചുകൾ കൊണ്ട് നിറയും. അങ്ങനെ ഒരുപാട് കൊഞ്ചു പിടിച്ച് അവരുടെ ബോട്ടൊക്കെ നിറയും. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് കോൾ വരും. ഹീറോ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും. ഹീറോ അകത്ത് കയറി അമ്മയോട് സംസാരിക്കുമ്പോൾ, എന്റെ സമയം അടുത്തു, മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കേണ്ടി വരും. നിന്റെ അമ്മയാകണം എന്നായിരുന്നു എന്റെ വിധി. അത് ഞാൻ നല്ലപോലെ തന്നെ ഇതുവരെയും ചെയ്തു. ജീവിതം ഒരു മിഠായി പൊതി പോലെയാണ്. അതിൽ നിന്ന് ഏത് കിട്ടുമെന്ന് നമുക്കറിയില്ല. അതുപോലെയാണ് ജീവിതവും. അതെന്താന്ന് വെച്ചാൽ കുറെ അർത്ഥങ്ങളുണ്ട്. അതിപ്പോൾ ആലോചിച്ച് നമുക്ക് തലമുണ്ടാക്കണ്ട. കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയുടെ അമ്മ ക്യാൻസർ മൂലം മരിക്കും. ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ ഹീറോയുടെ അടുത്തിരിക്കുന്നത് ഒരു മുത്തശ്ശിയാണ്. അവരിതൊക്കെയും കേട്ട് കരഞ്ഞു പോകും. അതിനുശേഷം ഹീറോ പുല്ല് വെട്ടുന്ന പണി ചെയ്തു തുടങ്ങും. അതുകൊണ്ട് പിന്നീട് കൊഞ്ചു പിടിക്കാൻ പോവാറില്ല. കൊഞ്ചു ബിസിനസ് ഹെഡാണ് നോക്കി നടത്തിയത്. ഒരു ദിവസം ഹെഡ് വിളിച്ച് നമുക്കിനി കാശിന് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല എന്ന് പറയും. സംഭവം കൊഞ്ചു ബിസിനസ് ഇപ്പോൾ ക്ലിക്കായി. ഇപ്പോൾ ലാഭം മാത്രമേ അവർക്കുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് കാശ് ഹീറോ പള്ളികൾക്കും ആശുപത്രികൾക്കായൊക്കെ ചിലവഴിക്കും. ബാബ ഇപ്പൊ ജീവനോടെ ഇല്ലെങ്കിലും ബാബയുടെ പങ്ക് ഹീറോ പുള്ളിയുടെ വീട്ടിൽ വന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കും. കടക്കെണിയിലായിരുന്ന അവർ ആ തുക കണ്ട് ഞെട്ടിപ്പോകും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാ ദിവസവും ഹീറോ ജെനിയെ ഓർക്കും.
ഒരു ദിവസം ജെനി ഹീറോയുടെ വീട്ടിൽ വരും. അങ്ങനെ അവൾക്ക് തോന്നിയപ്പോൾ ദാ വീണ്ടും വന്നു. പഴയ പോലെ അടയും ചക്കരയായി രണ്ടുപേരും കുറച്ചുനാൾ ഹീറോയുടെ വീട്ടിലാണ് താമസിച്ചത്. ആടിയും പാടിയും സന്തോഷിച്ച് അവർ അവിടെ കഴിഞ്ഞു. ഒരു ദിവസം ഹീറോ ജെനിയോട് അവനെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കും. നീ എന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത്. അപ്പോൾ ഹീറോ, ഞാൻ വലിയ മിടുക്കനൊന്നുമല്ല, എങ്കിലും സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. രാത്രി ഹീറോ ഉറങ്ങുന്ന സമയം ജെനി ഹീറോയുടെ അടുത്ത് വന്ന് അവന്റെ ചുണ്ടിൽ ഒരു ഉമ്മ വെക്കും. ഒരു ഉമ്മയായി, രണ്ടുമ്മയായി, മൂന്നുമ്മയായി, പിന്നെ എണ്ണാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവിടത്തെ കലാപരിപാടികളൊക്കെയും കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ ജെനി ബാഗ് കൊടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടും. ഹീറോ എണീറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവളെ കാണില്ല. സോ അവൾ വീണ്ടും പോയിന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. മറ്റൊരു കാരണവും ഇല്ലാതെ ഹീറോ വെറുതെ ഓടാൻ തുടങ്ങും. ഓടി ഓടി 2 വർഷത്തോളം ഓടിക്കൊണ്ടേയിരിക്കും. അമേരിക്ക തന്നെ 4 വട്ടം ചുറ്റി ഓടി. അത് വലിയൊരു വാർത്തയായി. 3-ാമത്തെ വർഷവും ഹീറോ ഓടിക്കൊണ്ടേയിരുന്നു. ഈ വാർത്ത കണ്ട പലരും ഹീറോ എന്തോ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്, നമുക്കും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ ഹീറോയുടെ പുറകെ ഓടാൻ തുടങ്ങും. ഒരു ദിവസം എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ഹീറോ പെട്ടെന്ന് ഓട്ടം നിർത്തും. എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകും. ഈ കൂടെ വന്ന ആൾക്കാർ നമ്മളിനിപ്പോൾ എന്താടാ ചെയ്യാനെന്നും പറഞ്ഞ് കിളിപോയ അവസ്ഥ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രസന്റിലെ ഹീറോനെ കാണിക്കും. ഒരു ദിവസം എനിക്ക് ജെനിയുടെ ഒരു കത്ത് വന്നു. അവളെ സാവനയിലേക്ക് വന്ന് കാണാമോ എന്ന് ചോദിച്ചിട്ട്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഹീറോയുടെ കഥ കേട്ടിരിക്കുന്ന മുത്തശ്ശിയോട് പറഞ്ഞ് ആ കത്തിലെ അഡ്രസ്സ് കാണിക്കും. ഈ സ്ഥലത്ത് പോകാൻ ബസ്സൊന്നും കയറണ്ട, ഇവിടെ നിന്ന് 5-6 ബ്ലോക്ക് കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയുമെന്ന് മുത്തശ്ശി പറയും. ഈ പറഞ്ഞ പാടെ ഹീറോ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടും. അങ്ങനെ ഹീറോ ജെനിയുടെ വീട് കണ്ടുപിടിച്ച് അവിടെ വരും. ജെനി ഹീറോയോട് ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കും. അപ്പൊ അവിടെ ഒരു കുഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതെന്റെ മോനാണ്, ഇവന്റെ പേരും ഫോറസ്റ്റ് എന്നാണ്, ഇവന്റെ അച്ഛൻ നീയാണെന്ന് ജെനി പറയുമ്പോൾ ഹീറോ ഞെട്ടിപ്പോകും. ഹീറോയുടെ കണ്ണൊക്കെ നിറയും. ജെനി ഹീറോയോട് മോനോട് സംസാരിക്കാൻ പറയും. ഹീറോ പേടിച്ച് മോനോട് മിണ്ടി ഇവ നല്ല ബുദ്ധിമാനാണെന്ന് ഹീറോ പറഞ്ഞ് സന്തോഷിക്കും. അത് കഴിഞ്ഞ് ജെനി ഹീറോയോട് എനിക്കൊരു അണുബാധ ബാധിച്ചു, ഡോക്ടർമാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത്, എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ജെനി ഹീറോയോട് ചോദിക്കും. ഹീറോയ്ക്ക് അതിന് സമ്മതമായിരുന്നു. കാരണം അത്രയും ഇഷ്ടമാണ് ഹീറോയ്ക്ക് ജെനിയെ. അങ്ങനെ ഹീറോയുടെയും ജെനിയുടെയും കല്യാണം കൂടാൻ പരിചയമുള്ള എല്ലാവരും വന്നു. നമ്മുടെ ഹെഡും വന്നു. ഹെഡ് ഇപ്പോൾ പുതിയ വെപ്പുകാലം വെച്ച് പുള്ളി ഒരുപാട് സന്തോഷവാനാണ്. അങ്ങനെ കല്യാണം ഒക്കെയും കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ജെനി ഇപ്പോൾ കിടക്കയിലാണ്. ഹീറോയുടെ യാത്രകളും ജോലികളും നടന്ന കാര്യങ്ങളൊക്കെയും ജെനിയോടൊന്നും വിടാതെ ഹീറോ എല്ലാം പറയും. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ജെനിക്ക് അസുഖം കൂടി അവൾ മരിക്കും. ഹീറോ ജെനിയെ പണ്ട് ഇവർ കാണാനുള്ള മരത്തിന് ചുവട്ടിൽ തന്നെ അടക്കം ചെയ്യും. ഹീറോ ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്നും വിങ്ങി പൊട്ടുന്നുണ്ട്. നമ്മുടെ മരത്തിന് താഴെ തന്നെയാണ് നിന്നെ അടക്കിയിരിക്കുന്നത്. നിന്റെ പഴയ നശിച്ച വീട് ഞാൻ പൊളിച്ചു കളഞ്ഞു. മരണവും ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് അമ്മ പറയാറുണ്ട്. അമ്മ, പ്രിയപ്പെട്ട സുഹൃത്ത് ബാബ, എന്റെ ഭാര്യ. ഇപ്പോൾ തോന്നുന്നു അങ്ങനെ ഒന്നും അല്ലായിരുന്നെങ്കിലെന്ന്. നമ്മളെ മോനും വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അമ്മയ്ക്ക് എഴുതിയ കത്ത് ആ കല്ലറയ്ക്ക് മുന്നിൽ വെച്ച് ഹീറോ അവിടെ നിന്ന് പോകും. ഒരുപാട് നാൾക്ക് ശേഷം ഹീറോയുടെ മകന് സ്കൂൾ തുറന്നു. മോനെ സ്കൂളിൽ വിടാൻ റെഡിയാക്കി. പണ്ട് ഹീറോയുടെ അമ്മ ഹീറോനെ എങ്ങനെയാണോ റെഡിയാക്കിയത് അതുപോലെ ഹീറോയുടെ മോനെ റെഡിയാക്കി സ്കൂളിൽ വിടാൻ വണ്ടി കാത്തു നിൽക്കും. അങ്ങനെ ബസ് വരുമ്പോൾ ഹീറോ പണ്ട് പരിചയമില്ലാത്ത വണ്ടിയിൽ കയറാത്തതുപോലെ മോനും കയറില്ല. വന്ന് കയറാ ചക്ക, ഇത് സ്കൂൾ ബസ്സാണെന്ന് ആ ലേഡി പറയുമ്പോൾ എന്റെ പേര് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്തും. എന്നിട്ട് വണ്ടി കയറാൻ നേരം ഹീറോ തന്റെ മോനെ നോക്കി ഐ ലവ് യു എന്ന് പറയും. തിരിച്ചു മോനും ഐ ലവ് യു ടു എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുമ്പോൾ ദിസ് മൂവി ഈസ് എൻഡ്. ഓക്കെ, ഇങ്ങേരുടെ ഈ അഭിനയത്തിന് ഓസ്കാർ വരെ കിട്ടിയിട്ടുണ്ട്, അതും 2 തവണ. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും തളർന്നു പോകരുതെന്ന്. വലിയൊരു ആത്മവിശ്വാസം തരുന്ന ഒരു സിനിമയാണിത്. കൂടാതെ സിമ്പിൾ ആയിട്ടുള്ള ചിന്താഗതി, ഒന്നും ആലോചിച്ച് സമാധാനം കളയാതെ സന്തോഷത്തിലും സമാധാനത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പിന്നെ മെയിൻ കാര്യം നമ്മുടെ ഹീറോയുടെ ക്യാരക്ടർ തന്നെയാണ്. ബുദ്ധിശക്തി കുറവാണെങ്കിലും ഒന്നിനും മാറി നിൽക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെച്ച് വിജയകരമായി പൂർത്തിയാക്കുന്നു. അതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ ഇപ്പൊ തന്നെ മാറ്റിക്കോ. പിന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കൂ. കൂടാതെ നിങ്ങൾക്ക് ഏത് തരം സിനിമകളാണ് വേണ്ടതെന്ന് കൂടി കമന്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.